കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ക്രമീകരണങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പകൽ കൊണ്ടുവരാം. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ആ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം എന്താണ്? വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മതി. നാം കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നാം ഓരോരുത്തരും ദൈവസന്നിധി, അവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിക്കണം. നാം തൻ്റെ സന്നിധിയിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ആരുണ്ട്? അപ്പോൾ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്ത് ഒന്ന് എന്താകണം? വിശുദ്ധരാകണം. 2 നിഷ്കളങ്കരാകണം. അതാകുവാൻ വേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ചക്ക വേണം, മാങ്ങ വേണം, രോഗശാന്തി വേണം, ഇതെല്ലാം വേണം. പക്ഷെ അതല്ല പ്രധാനം. ദൈവമായുള്ള ബന്ധത്തിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ കുനിട്ട് ചിന്തിക്കാൻ എനിക്ക് പറ്റും. നിങ്ങളറിയോ? ഇല്ല. സ്തോത്രം. ഞാൻ വിശുദ്ധനാണോ അല്ലേ നിങ്ങൾക്കറിയോ? അതും അറിയില്ല. പക്ഷെ ആർക്കറിയാം? ദൈവത്തിനും അറിയാം, കുഞ്ഞപ്പനും അറിയാം. സ്തോത്രം. പിശാചിനും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആരറിയുന്നുണ്ട്? അതരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആരറിയുന്നുണ്ട്? സ്തോത്രം. അത് ക്രമീകരണം വരുത്താതെ സ്തോത്രം പറഞ്ഞതുകൊണ്ടും സ്തോത്രം കാണിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ഉപവസിച്ചോ ഒരു പ്രയോജനവും ഇല്ല, പ്രാർത്ഥിച്ചോ ഒരു പ്രയോജനവും ഇല്ല. ക്രമീകരണം വരുത്തേണ്ടതുപോലെ ക്രമീകരണം വരുത്താതെ, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി അടുത്തു ചെല്ലാതെ, നിഷ്കളങ്ക മനസ്സോടുകൂടി ദൈവത്തോട് അടുത്തിയല്ലാതെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ മുൻപോട്ട് ഗതി പിടിച്ച് ഉയരുവാൻ കഴിയുകയില്ല. ആളുകൾ ചിന്തിക്കുന്നത് പണം കിട്ടുന്നതാണ് വലിയ കാര്യമെന്ന ആളുകളുടെ ചിന്ത. പിശാച് പറയുന്ന എന്നെ ഒന്ന് വണങ്ങ്, ഈ കാണുന്നത് മുഴുവൻ തരാമെന്നാ പറയുന്നത്. ഈ കാണുന്നത് മുഴുവൻ തരാമെന്നാ പറയുന്നത്. സ്തോത്രം. എന്നാ ദൈവമക്കൾക്ക് ഒന്നും കിട്ടില്ലേ? കിട്ടും. ദൈവമക്കൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നത് നൽകിത്തരാൻ ദൈവം മതിയായവനാ. ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിപ്പാൻ ദൈവം മതിയായവനാ. സ്തോത്രം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചത്? വിശുദ്ധരാകുവാൻ,
നിഷ്കളങ്കരാകുവാൻ. അതെവിടെ? ഭൂമിയിൽ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ്. ഇനി ഇതിനോട് ചേർത്ത് 10-ാം വാക്യം വായിച്ച്. അപ്പോൾ അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും. പിന്നെയും എന്ന് പറയുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ മുൻപ് ഈ ഭൂമി അല്ലെങ്കിൽ മനുഷ്യൻ ദൈവിക ബന്ധത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചൊരു കാലമുണ്ട് എന്ന് ഈ പിന്നെയും എന്നുള്ള പദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെന്നായിരുന്നു? ആദം ഹവ്വമാരെ സൃഷ്ടിച്ച ആ പ്രാരംഭ സമയം. അതൊരു വർഷമാണോ അതോ വർഷങ്ങളുണ്ടായിരുന്നോ നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവമായുള്ള ബന്ധത്തിൽ വെയിലാറുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന സമയത്ത് ആദം ഹവ്വയും രണ്ടുപേരും ഓടിച്ചെല്ലും. മക്കളാണല്ലോ. അപ്പൻ്റെ അടുക്കലേക്ക് മക്കൾ ഓടിച്ചെല്ലും. ആ ഭാവനയിലൊന്ന് കണ്ടോ? രണ്ടുപേരും രണ്ട് കൈയും പിടിച്ച് നടക്കുന്നൊന്ന് ഭാവനയിൽ കണ്ട്. സ്തോത്രം. ആമേൻ. അപ്പോൾ ശത്രുവായ പൈശാചികൻ മനുഷ്യവർഗത്തെ കെണിക്കകത്ത് പെടുത്തിയ ആ പെടുത്തൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വാക്കുകളാണ് ആ കെണിക്കകത്ത് പെടുവാൻ കാരണം. ഈ വചനം പറയുമ്പോൾ ദൈവാത്മാവ് എന്നെ കൊണ്ടുപോകുന്നത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്വർഗത്തിലെ ദൈവം വെയിലാറുമ്പോൾ ആദം ഹവ്വമാരുടെ അടുക്കലേക്ക് അടുത്തു വരുന്ന സന്ദർഭം നിങ്ങൾ ഭാവനയിൽ ഒന്ന് കാണണം. ഓടിച്ചത് സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ അടുക്കലേക്ക് മക്കൾ എന്ത് ചെയ്യും? വരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവർ ഓടി വരുന്നത്. സ്തോത്രം. കാണേണ്ട താമസമേ ഉള്ളൂ. അവരെന്ത് ചെയ്യും? ഓടി വന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്യും. സ്തോത്രം. എന്നതുപോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നൊരു സന്ദർഭം. എന്നാൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഹവ്വയെ ശത്രുവായ പൈശാചികൻ ഉപായത്തിൽപ്പെടുത്തുവാൻ ഇടയായി. തിന്നരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷഫലം മാത്രമേ തിന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ തോട്ടത്തിലെ സകല വൃക്ഷഫലവും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. അപ്പോൾ ഒരു വൃക്ഷഫലം മാത്രമാണ് തിന്നരുത് എന്ന് പറഞ്ഞോളൂ. അതിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് ജീവന്റെ വൃക്ഷഫലം. ജീവന്റെ വൃക്ഷഫലം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷഫലം തിന്നിരുന്നുവെങ്കിൽ ഇവർക്ക് എന്തുണ്ടാകില്ലായിരുന്നു? മരണമുണ്ടാകില്ലായിരുന്നു. പാപത്തിൽ ഇവർ അകപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. എന്നാൽ ആദ്യം തിന്നരുതെന്ന് പറഞ്ഞത് എന്ത് ചെയ്തു? അതാണ് പൈശാചികന്റെ കെണി. ആ കെണിക്കകത്ത് അവൾ പെട്ടുപോയി. അതാണ് ദൈവം വന്ന് വീണ്ടും ദൈവത്തിൻ്റെ പരമാധികാരം ശ്രദ്ധിക്കണം. ഇനി ഒരിക്കലും വീണ്ടെടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ആ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. സ്തോത്രം. പുറത്താക്കിയിട്ട് കെരൂബുകളെ 4 ദിക്കിലും നിർത്തി. വീണ്ടും ആ തോട്ടത്തിനകത്ത് മനുഷ്യൻ കടക്കാതിരിക്കാൻ. ഇന്ന് ആ തോട്ടം ഭൂമിയിലില്ല കേട്ടോ.
സ്തോത്രം. എന്നാൽ ഈ ജീവവൃക്ഷം നിത്യതയുടെ തീരത്തുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ ജീവവൃക്ഷം നമുക്ക് തിന്നാൻ ലഭിക്കും. അവിടെ ചെല്ലുമ്പോൾ തിന്നാൻ കിട്ടുന്നത് എന്താണെന്ന് വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി. മയ്യല് വെള്ളവും. സ്തോത്രം. ചിലർക്ക് നല്ല മീൻകറിയെ കുറിച്ച് കേൾക്കുമ്പോൾ വായിക്കാതെ വെള്ളം വരും. ഇഷ്ടമുള്ള മീൻ അത് പറയേണ്ട താമസമേ ഉള്ളൂ. വായലും എന്ത് ചെയ്യും, വെള്ളം വരാൻ തുടങ്ങും. ചിലർക്ക് ഉണക്കമീൻ വലിയ ഇഷ്ടമാണ്, ചിലർക്ക് ചാള വലിയ ഇഷ്ടമാണ്. സ്തോത്രം. ചിലർക്ക് നുറുക്കുമീൻ മാത്രം മതി. അപ്പം പ്രത്യേകതയുണ്ട്, ചിലർക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പം ഉണക്കമീൻ ചുട്ട് കഴിഞ്ഞാൽ മാത്രം മതി, വയറ് നിറച്ച് ചോറുണ്ടാകും. സ്തോത്രം. അപ്പം ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിയുമ്പം വായലെന്ത് ചെയ്യും, വെള്ളപൂർവ്വം. നിത്യയുടെ തീരത്ത് നമുക്ക് ലഭ്യമാകുന്ന ഒരു വൃക്ഷഫലമാണ് ജീവന്റെ വൃക്ഷഫലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ശത്രുവായവൻ തകർത്ത് കളഞ്ഞതായ പദ്ധതി സ്വർഗത്തിലെ ദൈവം വീണ്ടും പുനർസ്ഥാപിപ്പാൻ പദ്ധതിയിട്ടു. ആ പദ്ധതിയുടെ ആരംഭമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ള കാരണം. അതിൻ്റെ ആരംഭത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം. സ്തോത്രം. അത് വിശുദ്ധിയോടുകൂടെ ജീവിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും, ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. സ്തോത്രം. അത് അനുഭവിക്കുന്നവർ വ്യത്യസ്തരായി ഈ ഭൂമിയിൽ എന്ത് ചെയ്യും, വിളങ്ങും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നവർക്ക് എന്തില്ല, മരണഭയമില്ല. സ്തോത്രം. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്താ? പക്ഷെ ദൈവമക്കൾക്ക് എന്തില്ലെന്നാ വചനം പറയുന്നേ. എന്നാൽ ഇന്ന് നല്ലൊരു ശതമാനം പെന്തക്കോസ്തുകാർക്ക് എന്തോ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അതാണ് വചനം പറയുന്നത്, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്, നിഷ്കളങ്കതയാണ്. നിങ്ങളറിയാതെ നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? പണി പറ്റും. പക്ഷെ ആരറിയുന്നുണ്ട്? രണ്ടു കൂട്ടർ അറിയുന്നുണ്ട്. ദൈവം ഉണ്ടെന്നല്ല, രണ്ടു കൂട്ടർ അറിയുന്നുണ്ട്. ദൈവം അറിയുന്നുണ്ട്, പിശാചും അറിയുന്നുണ്ട്. ദൈവം ഒരുപക്ഷെ ക്ഷമിക്കാൻ തയ്യാറായിരിക്കും, പിശാച് വിടാൻ തയ്യാറാകില്ല. അതാ പ്രശ്നം. പിശാച് വിടണമെങ്കിൽ ക്രമീകരണം വരുത്തേണ്ട വ്യവസ്ഥ പ്രകാരം വരുത്തിയാലേ പിശാച് മാറും. അതാ പ്രശ്നം. എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്കടാന്ന് പറയും പിശാച്. കാരണം വേദപുസ്തകത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? യോഹന്നാന്റെ ലേഖനം 1:7 വാക്യം മുതലാണ് വിഷയം കിടക്കുന്നത്. 1 യോഹന്നാൻ 1:7 മുതലുള്ള വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ വെളിച്ചമായ ക്രിസ്തു വെളിച്ചത്തിലാണ് അവൻ ഇരിക്കുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. എന്നിട്ടാണ് അവിടെ പറയുന്നത്, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു മാതൃക പറയുകയാണ്. ഉണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് എങ്ങാനും പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ സ്തോത്രം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നോട്ടത്തിൽ കുറവുകൾ സംഭവിക്കാം, ചിന്തയിൽ കുറവുകൾ സംഭവിക്കാം, സംസാരത്തിൽ കുറവുകൾ സംഭവിക്കാം, കൊടുക്കൽ വാങ്ങലുകളിൽ കുറവുകൾ സംഭവിക്കാം.
അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്, സമ്മതിക്കണം. അതിന് ഹെഡ് വെയിറ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? സമ്മതിക്കണം. അതാണ് താഴെ പറയുന്നത്. മുകളിൽ പറഞ്ഞ തിരുവചന ഭാഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി സ്നാനപ്പെട്ട വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തിയാണ് 9-ാം വാക്യം. എന്ത് ചെയ്യണം? ഏറ്റു പറയുന്നു എങ്കിൽ 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 അപ്പൊ ഏറ്റു പറയാത്ത ഒരു വ്യക്തിയുടെ പാപം എന്ത് ചെയ്യില്ല? വളരെ കൃത്യതയോടുകൂടെയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇത് ആർക്കറിയാം? വ്യക്തമായിട്ട് അറിയാം. നമ്മളെ പോലെ തപ്പേണ്ട കാര്യമില്ല. അവൻ കാണാപ്പാടം എന്ത് ചെയ്യും? സ്തോത്രം. അപ്പോൾ പൈശാചികൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ വ്യവസ്ഥ പ്രകാരം അടുത്തു ചെന്നേ മതിയാകൂ. ദൈവം പലപ്പോഴും നമ്മോട് ക്ഷമിപ്പാൻ സന്നദ്ധനാണ്. കാരണം പിതാവായതുകൊണ്ട്, നമ്മൾ മക്കളായതുകൊണ്ട്. പക്ഷേ ശത്രുവായ പൈശാചികൻ നമ്മൾ അനുഗ്രഹം പ്രാപിക്കരുത് എന്നാണ് അവൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവിക ബന്ധത്തിനുടമയായി ജീവിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിച്ച് മതിയാകൂ. ഒരു കാര്യം നമ്മൾ വീണ്ടും ആഴമായി മനസ്സിലാക്കേണ്ടത്, സ്വയമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മെ ദൈവകരത്തിലേക്ക് കൊടുക്കണം. ഒരു ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, ആ വചനം നമ്മോട് ഇടപെടുമ്പോൾ, ആ വചനത്തിന്റെ മുൻപിൽ ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, ഈ വചനപ്രകാരം അവിടുത്തെ ഹിതം പോലെ എന്നെ എന്ത് ചെയ്യണം? പണിയണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒറ്റ പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണിയാൻ തയ്യാറാണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വീണുപോകും. എന്നാൽ അത് തുടരുവാൻ തയ്യാറാകുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യും? നമ്മൾ പണിയപ്പെടും, ജയിപ്പാനിടയാകും. അർത്ഥാൽ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം അത് വീണും എഴുന്നേറ്റും നടക്കുന്നത് പോലെ ഒരു ദിവസം അത് ഒരു സ്ഥലത്തും പിടിക്കാതെ വണ്ണം, ഹല്ലേലൂയ, നേരെ നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നടക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ നമ്മെ ദൈവം പ്രാപ്തരാക്കും. സ്തോത്രം. അത് ദൈവിക വ്യവസ്ഥയാ. സഹായിപ്പാൻ ദൈവം മതിയായവനാ. ഏൽപ്പിച്ചു കൊടുത്താൽ കുഞ്ഞെ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി കൊടുത്താൽ നിന്നെ പണിതെടുക്കുവാൻ ദൈവം മതിയായവനെന്ന്, നിന്നെ സഹായിപ്പാൻ അവൻ മതിയായവനെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചാൽ അവൻ നമ്മുടെ മേൽ കൃപ പകർന്ന് നമ്മെ ബലപ്പെടുത്തി വഴി നടത്തുവാൻ മതിയായ ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. നമുക്ക് സംരക്ഷണം 2 നിലയിലാണ്. ഒന്ന്, പരിശുദ്ധ ആത്മാവാകുന്ന കാര്യസ്ഥൻ ഭൂമിയിൽ നമ്മോട് കൂടെയുണ്ട്. 2, പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ മധ്യസ്ഥനായി നമുക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. 3, ദൂതന്മാരുടെ സംരക്ഷണ വലയം നമുക്ക് വേണ്ടിയുണ്ട്. ഇത്രയും ശ്രേഷ്ഠമായ പദവി നൽകിയാണ് ദൈവമക്കളെ ഈ ഭൂമിയിൽ
ദൈവം നിർത്തിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ആർക്കും ഇല്ല ഇത്രയും സംരക്ഷണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് വിശുദ്ധിയോടുകൂടെ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാനാണ്, നിഷ്കളങ്കതയോടുകൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ദൈവിക ബന്ധത്തിൽ പിന്നെയും സകലതും ഒന്നായി ചേർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. അതിനായിട്ട് തിരുവചനം പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ആ വാക്ക് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. സകല ആത്മീക അനുഗ്രഹം. ഏതാണ് നിനക്ക് ആവശ്യം? ഏത് പ്രയാസത്തിൽ കൂടിയാണ് നീ കടന്നു പോകുന്നത്? ആ സന്ദർഭത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് അടുത്ത് ചെന്ന് എന്നെ സഹായിക്കണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒന്ന് മനസ്സ് തുറന്ന് അപേക്ഷിക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് സഹായകനായി ആത്മീക അനുഗ്രഹത്തെ നൽകി നിന്നെ ബലപ്പെടുത്തുവാൻ അവൻ മതിയായവനാ. ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കുക. വിളിച്ചു നിർത്തിയിരിക്കുന്നത് കഷ്ടതയുള്ള ഒരു ലോകത്തിലാണ്, പ്രയാസമുള്ള ഒരു ലോകത്തിലാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ജയത്തോടെ ജീവിപ്പാൻ തക്കതായ ദൈവകൃപ നമ്മുടെ മേൽ പകർന്ന് ജയത്തോടെ നടത്തുവാൻ ദൈവം മതിയായവനെന്താ ഇന്ന് പകലിൽ മറക്കരുത് കേട്ടോ. ശത്രുവായവൻ ഒരു പക്ഷേ അലറുന്ന സിംഹം എന്ന പോലെ നിന്നെ വീഴുന്നുവെന്ന് പറയുമ്പോൾ അതിന്റെ മധ്യത്തിൽ പറയുവാൻ തന്റെ ഇടമുണ്ടാകണോ? ഇല്ല പിശാചേ, എന്നെ വിഴുങ്ങുവാൻ നിനക്ക് കഴിയില്ല. നിന്റെ തലയെ തകർത്ത, നിന്റെ ആയുധങ്ങളെ അടിയറവെപ്പിച്ച ഒരു രക്ഷകൻ എന്റെ വീണ്ടെടുക്കുകാരനാ. അതുകൊണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവകരങ്ങളിലേക്ക് ഈ പകലിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ബലത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ഇടയാകട്ടെ. കരുണയുള്ള പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പ്രവർത്തികൾക്കായി സ്തോത്ര, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്ര. കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധ വെച്ച് കേട്ടല്ലോ നാഥ. അവിടുത്തെ പ്രവൃത്തിയും മഹത്വവും നാഥൻ വെളിപ്പെടുത്തണമേ. പ്രത്യേകാൽ പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളുടെ മേലും ദൈവകൃപ പകരണമേ. ദൈവാത്മാവ് ഞങ്ങളോട് അറിയിച്ചത് കർത്താവേ, ഞങ്ങൾ കേട്ടപ്പാ അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മഹത്വം മാത്രം വെളിപ്പെടുവാൻ ഇടയാകുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാവിന്റെ ഉടമ അവിടുന്നാണല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയോ പ്രവർത്തി വെളിപ്പെടും. മഹത്വം കർത്താവ് എടുക്കും. പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാനേ യഹോവായേ, മനസ്സാലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സാലിവുടയ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പിക്കാവൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകത്തിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അർക്കരുടെ കുഞ്ഞാടിന്റെ മുഖത്ത് നിരറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോട് മടങ്ങാം.